നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, വലിയൊരു ദുരന്തം നടന്നു കഴിഞ്ഞാലും ആ ദുരന്തത്തെ വിറ്റ് കാശാക്കിക്കൊണ്ട് കൈയിട്ട് വാരി നക്കാൻ നിങ്ങൾക്കാവുമോ? ഞങ്ങൾക്കാവും. ആർക്ക്? ഞങ്ങൾ സഖാക്കന്മാർക്കാവും. ഞങ്ങൾ പിണറായി വിജയനാവും. ഞങ്ങൾ ഈ പിണറായിയുടെ കുടുംബക്കാർക്കാവും. എല്ലാവർക്കും ആവും. ഞങ്ങൾ സഖാക്കന്മാർ ഒരുപാട് തെളിയിച്ചതാണത്. ആദ്യ പിണറായി സർക്കാർ മുതൽ രണ്ടാമത്തെ പിണറായി സർക്കാർ ആയാലും 2018 പ്രളയമായാലും കൊറോണയായാലും നിപ്പയായാലും ഓഖിയായാലും ഏതിലായാലും ദുരന്തത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുക, അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അതിന് ആഹ്വാനവുമായി രംഗത്ത് വരിക. എന്നിട്ടോ കോടിക്കണക്കിന് രൂപ പാത്തുമ്മയുടെ ആടിനെ വിറ്റിട്ടായാലും വേണ്ട, കുഞ്ഞുമക്കളുടെ കുടുക്ക പൊട്ടിച്ചിട്ടായാലും വേണ്ടില്ല, പാവം പിടിച്ച സഹോദരിമാരുടെ കമ്മലും മാലയും വിറ്റിട്ടായാലും വേണ്ടില്ല, അതൊക്കെ വാങ്ങുക. അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിലൂടെയും അതല്ലെങ്കിൽ ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അത്ര കണ്ട് PR വർക്ക് നടത്തി പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച് കോടികൾ കൊണ്ടുവരിക. ആ കോടികളിൽ കൈയിട്ട് വാരി നക്കുക, വകമാറ്റി ചിലവഴിക്കുക. പാവങ്ങൾക്ക്, നമ്മൾക്കറിയാം, പെട്ടിമുടിയായാലും കവളപ്പാറയായാലും അന്ന് അനുഭവിച്ച ദുരന്ത ബാധിതർക്ക് ഇന്നും അവർക്ക് ആ ഒരു നഷ്ടപരിഹാരം പോയിട്ട് 1 രൂപ പോലും ആശ്വാസം കൊടുക്കാനായിട്ടില്ല എന്ന് കണക്കുകളുടെ തെളിവ് സഹിതം പുറത്തു വരുമ്പോഴും അതിനെ ന്യായീകരിച്ചും രംഗത്ത് വരുന്ന രാഷ്ട്രീയ അടിമകൾ വാഴുന്ന ഈ കേരളത്തിൽ കൃത്യമായിട്ടും 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നായകനായിട്ടുള്ള സാബു M ജേക്കബ് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. അദ്ദേഹം തെളിവിന്റെയും കൃത്യമായിട്ടുള്ള വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ മാന്യ പ്രേക്ഷകരും കേൾക്കേണ്ടതാണ്. 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ 1 രൂപയാണെങ്കിലും അത് നക്കിയെടുത്ത് നക്കുന്ന വർഗത്തിന് കൊടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. കേട്ടു നോക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കല്ല പിരിക്കേണ്ടത്. ആ ഫണ്ട് നേരായിട്ട വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് അഴിമതി നടത്തിയാലും അത് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഏജീസിന്റെ ഓഡിറ്റിന് വിധേയമാണത്. അപ്പൊ അതിനെ മറികടക്കാനായിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിറ്റിന് വിധേയമല്ല. അങ്ങേർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ദുർവിനിയോഗം ചെയ്യാം, ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ അധികാരമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസം അത് ഓഡിറ്റിന് വിധേയമല്ല. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് പൈസ കൊടുക്കാം. അപ്പോ അത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു തട്ടിപ്പ്. കെട്ടിടങ്ങൾക്കും അടിയിലും പല സ്ഥലത്തും ആരാണ് രക്ഷയ്ക്ക് വരുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്ത് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന് പകരം അത് ഉണ്ടായി ഉടനെ തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നു, എനിക്ക് പിരിവ് തരണേ എന്ന് പറയുന്നു. അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക്. അവിടെ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അങ്ങേർക്ക് ഇഷ്ടമുള്ളവർക്ക് എടുത്തു കൊടുക്കാം. ഇവിടെ ഇന്ത്യയിലും അതിന് കൃത്യമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോ അത് എങ്ങനെ മാനേജ് ചെയ്യണം, അതിനെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ള കാര്യത്തിന് ദേശീയ തലത്തില് ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഉണ്ട്. അത് സംസ്ഥാന തലത്തിലും ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് വേണമെന്ന് കൃത്യമായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. അത് അവര് മുൻകൂട്ടി കരുതേണ്ടതാണത്, അങ്ങനെ ഒരു ഫണ്ട്. അപ്പോ ആ ഫണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമ്പോ അത് ഉപയോഗിക്കേണ്ടത്. അതിന് പകരം, കാരണം ആ ഇപ്പൊ ദേശീയ ദുരന്ത ഫണ്ടായാലും ശരി, സംസ്ഥാന ദുരന്ത ഫണ്ടായാലും ശരി, ഇത് രണ്ടും ഏജീസിന്റെ ഓഡിറ്റിന് വിധേയമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ദുരന്തമുണ്ടായി ഉടനെ തന്നെ ആ ദുരന്തത്തില് ഇപ്പോഴും ആളുകള് ജീവനോടെ ഇരിക്കുന്നുണ്ട്. പലരും പല ഇതിനകത്തും കെട്ടിടങ്ങൾക്കും അടിയിലും പല സ്ഥലത്തും ആരാണ് രക്ഷയ്ക്ക് വരുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്ത് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന് പകരം അത് ഉണ്ടായി ഉടനെ തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നു, എനിക്ക് പിരിവ് തരണേ എന്ന് പറയുന്നു. അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക്. അവിടെ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അങ്ങേർക്ക് ഇഷ്ടമുള്ളവർക്ക് എടുത്തു കൊടുക്കാം. ഇതൊക്കെ തന്നെയാണ് ഇതിന് മുമ്പിലുള്ള പിരിവിലൊക്കെ നടന്നിരിക്കുന്നത്. അതിന് സത്യസന്ധതയുണ്ട്, അല്ലെങ്കിൽ അതിനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴല്ല അതിനെ ആലോചിക്കേണ്ടത്.
അപ്പൊ അവിടെ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങള് അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന മാതിരിയാണ് ഇതിപ്പോ ഇന്നലത്തെ ആ ഒരു അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഇതിനു മുമ്പുള്ള ദുരിതാശ്വാസ ഫണ്ടുകളൊന്നും വേണ്ട രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല. ആ നിലയ്ക്ക് നമ്മുടെ ജനങ്ങളെ ഇതിനെതിരെ ഒരു അവയർനെസ് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനും പ്രതികരിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നേരായ രീതിയിലാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് പണം കൊണ്ടുവരേണ്ടത്. അത് ഇപ്പോഴല്ല കൊണ്ടുവരേണ്ടത്. അത് വളരെ വ്യക്തമായിട്ട് ഈ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഒരു ഫണ്ട് സ്വരൂപിക്കണമെന്നും അങ്ങനെ ഒരു ദുരിതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അതിനുവേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇദ്ദേഹം എന്താ പറയുന്നത്? എന്റെ ദുരിതാശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. അതെന്തിനാത്? അതൊരു തട്ടിപ്പല്ലേ? അത് ചെയ്യാൻ പാടില്ലല്ലോ. അതും അവിടെ എത്ര ആളുകൾ ശ്വാസം കിട്ടാതെ ഇപ്പോഴും രക്ഷപ്പെടും എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇത് തന്നെ അങ്ങനെ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതല്ലല്ലോ ആവശ്യം. അവിടെ കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പണം പിരിച്ച് ഒരു അവസരം നോക്കിയിരുന്ന് പണം പിരിച്ച് തട്ടിപ്പ് നടത്താനായിട്ടുള്ള ശ്രമം ശരിയല്ല. അത് ആരായാലും അതാണല്ലോ എല്ലാവരും ഇപ്പൊ പ്രതികരിച്ചിരിക്കുന്നത്. ഇടയ്ക്കൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുമ്പാണ്. ഈ ദുരിതാശ്വാസ നിധിയിൽ എത്രയോ കോടികൾ അർഹരായവർക്ക് കൊടുക്കാതെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു വിവരാവകാശ റിപ്പോർട്ട് പ്രകാരം വായിച്ചതാണ്. അപ്പൊ അത്തരത്തിൽ കിടക്കുന്ന ഫണ്ട് പോലും ഇവിടെ ഉപയോഗിക്കാതെ അദ്ദേഹത്തിന്റെ ഈ ഒരു ലക്ഷ്യം കാശ് തട്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയല്ലേ? വ്യക്തമല്ലേ? അല്ല, അതിപ്പോ ഞാൻ പ്രത്യേകിച്ച് ഈ കാര്യത്തില് പറയേണ്ട കാര്യങ്ങളില്ല. നമുക്ക് ഇതിനെപ്പറ്റി ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ നമ്മുടെ പ്രളയമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ശരി, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ശരി, ഇതെല്ലാം ഈ പറയുന്ന മാതിരി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കല്ല പിരിക്കേണ്ടത്. ആ ഫണ്ട് നേരായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് അഴിമതി നടത്തിയാലും അത് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഏജീസിന്റെ ഓഡിറ്റിന് വിധേയമാണത്. അത് സംസ്ഥാന ഡിസാസ്റ്റർ ഫണ്ടായാലും ശരി, ദേശീയ ഡിസാസ്റ്റർ ഫണ്ടായാലും ശരി, അത് ഏജീസിന്റെ ഓഡിറ്റ്. അപ്പൊ അതിനെ മറികടക്കാനായിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിറ്റിന് വിധേയമല്ല. അങ്ങേർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ദുർവിനിയോഗം ചെയ്യാം. ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ അധികാരമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസം അത് ഓഡിറ്റിന് വിധേയമല്ല. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് പൈസ കൊടുക്കാം. അപ്പോ അത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു തട്ടിപ്പ്. ഇത് സത്യസന്ധമായിട്ടാണെങ്കിൽ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ പറയുന്ന നിയമങ്ങൾക്കനുസരിച്ച് സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് പണം കൊണ്ടുവരേണ്ടത്. അത് ഇപ്പോഴല്ല കൊണ്ടുവരേണ്ടത്. അത് മുൻകൂട്ടി കണ്ട് അതിന് പണം ഉണ്ടാക്കി വെച്ചിരിക്കണം. ആ പണമാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കേണ്ടത്. അത് ഏജീസിന്റെ ഓഡിറ്റിന് വിധേയമാണ്. നോക്കൂ, AGSന്റെ ഓഡിറ്റിന് വിധേയമാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് അർത്ഥശങ്കയ്ക്കില്ലാതെ തന്നെ പറയുന്നുണ്ട്. അതായത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി ആരാണോ അയാളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ 1 രൂപ അടയ്ക്കുന്നത് അത് ഓഡിറ്റിങ്ങിന് വിധേയമല്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലത്തൊക്കെ ഇപ്പൊ ഈ പറയുന്ന കൊറോണയായാലും പ്രളയം വന്ന സമയത്തും നിപ്പ വന്ന സമയത്തും ഓഖിക വന്ന സമയത്തും എല്ലാ കാലത്തും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശടച്ചത് അത് വകമാറ്റി വായ തോന്നിയ ആളുകൾക്കൊക്കെ വാരി വിതറി കൊടുക്കുക, കക്കാനും നക്കാനും അതിനുവേണ്ടി അവസരം ഒരുക്കി കൊടുത്തത് പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രി ആയതുകൊണ്ട് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശടച്ചാൽ ഇതാണ് സംഭവിക്കുക. അത് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓഡിറ്റ് ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവന്മാർക്കില്ല. ഇത് ഇവന്മാർക്ക് പുട്ടടിക്കാൻ ആവുമെന്ന് തന്നെയാണ് സാബു എം ജേക്കബ് കൃത്യമായിട്ടും പറഞ്ഞത്. അത്തരത്തിൽ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ട് മാക്കുന്ന ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കായാലും അതല്ലെങ്കിൽ നാഷണൽ ഈ ദുരന്ത
നിവാരണ ഫണ്ടിലേക്കായാലും അതിലേക്ക് മാത്രം അടയ്ക്കുക. അതല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ, നമ്മൾക്കറിയാം സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകൾ ഇടത് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ കൃത്യമായിട്ടും അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിക്കുന്ന ഇതുപോലെ സത്യസന്ധത മാത്രം കൈമുതലായിട്ടുള്ള സംഘടനകൾക്ക് നൽകുക. ഇനി അതും വേണ്ട, നിങ്ങൾ സംഘടനകൾക്ക് നൽകണ്ടെന്നേ, നിങ്ങൾ നേരിട്ട് പോകൂ. 2-3 ആഴ്ച കഴിഞ്ഞ് ഈ ദുരന്തത്തിൽപ്പെട്ട ഇനിയും അകപ്പെട്ട് കിടക്കുന്ന ജീവനുകളെ രക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയി അവിടെ അത്ര കണ്ട് തിരക്കില്ലാത്തത് നോക്കി രക്ഷാപ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പതിയെ അവിടേക്ക് പോവാം. ഇനിയും ആഴ്ചകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പോവാം. എന്നിട്ടോ നിങ്ങളാൽ കഴിയുന്ന 1 രൂപയാണെങ്കിലും കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന ആ പാവങ്ങളുടെ കയ്യിലേക്ക് നേരിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പുണ്യമുണ്ടല്ലോ, അത് പറയാൻ വാക്കുകളില്ല. തൊണ്ടയിടറാതെ അത് പറയാതിരിക്കാനാവില്ല. കാരണം കവളപ്പാറയായാലും പെട്ടിമുടിയായാലും ഇന്നും ഭൂമിക്കടിയിൽ കിടക്കുന്ന മൃതശരീരങ്ങൾ, തങ്ങളുടെ ഉറ്റവരെ കണ്ടെത്താനാവാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. കർണാടക ശിരൂരിലേക്കൊന്നും പോവേണ്ടെന്നേ, നിങ്ങൾ ഇവിടെ കവളപ്പാറയിൽ പോയിട്ട് ആ മൃതദേഹങ്ങൾ തിരിച്ചെടുക്കാനുള്ള കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മനുഷ്യന് അത് തിരിച്ചെടുക്കാനുള്ള കഴിവുള്ള, അതിന് മനുഷ്യന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിന് തട്ടിപ്പുകാർക്കും കക്കാനായിട്ട് ദുരന്തത്തെ വിറ്റുതുലയ്ക്കാൻ നിൽക്കുന്ന ഭരണവർഗത്തിന് ഇനിയെങ്കിലും കൊടുക്കാതിരിക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുൻപിലില്ലേ? ഇവിടെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. AC റൂമിൽ ഇരുന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കരുതെന്ന് ആഹ്വാനം ചെയ്യുന്ന ദുഷ്ടന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഇതിനു മുൻപ് കൊടുത്തിട്ടുള്ള പാത്തുമ്മയുടെ ആടിനെ വിറ്റിട്ടും കുഞ്ഞുകുട്ടിയുടെ കുടുക്ക പൊട്ടിച്ചിട്ടും അതല്ലെങ്കിൽ കമ്മലും മാലയും വിറ്റിട്ടും കൊടുത്ത സഹോദരിമാരുടെ ആ പണം എന്ത് ചെയ്തു? ആ കണക്ക് ഒന്ന് അവതരിപ്പിക്ക് പിണറായി വിജയ, ഒന്ന് അവതരിപ്പിക്ക് സഖാക്കളെ എന്ന് പറഞ്ഞാൽ അത് മേപ്പോട്ട് നോക്കി കൂക്കിക്കൊണ്ട് അത് അവതരിപ്പിക്കാൻ ചോദിക്കാം, നീ ആരാടാ എന്ന് ചോദിക്കുന്ന, അത് ഓഡിറ്റിങ്ങിന് വിധേയമല്ല, ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല, നീയൊക്കെ നിന്റെ പണി നോക്കടാ എന്ന് പറയുന്ന ധിക്കാരികളായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ ഇരിക്കുന്ന ഈ വർഗത്തിന്റെ ആ ഒരു പ്രചാരണം ഇന്ന് സജീവമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അർഹതപ്പെട്ട കൈകളിലേക്ക് നിങ്ങളുടെ 1 രൂപയാണെങ്കിലും അത് കൊടുക്കുക. അത് സാബു എം ജേക്കബ് കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഇത് ഓഡിറ്റിങ്ങിന് വിധേയമല്ല, ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുള്ളത് ഏതാണോ ഇന്ന കാര്യങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടേക്ക് മാത്രം കൊടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ സന്നദ്ധ സംഘടനകളായിട്ടുള്ള സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകൾ വശം കൊടുക്കുക. ഇനി അതുമല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.